പറയുന്ന ഒരു ഭർത്താവ് എങ്ങനെയാണ് ചേച്ചി? എന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്ത ഒരു വ്യക്തിയാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ശ്രീകുട്ടനെ കണ്ടുമുട്ടിയത്. ഞാൻ ശരിക്കും കരയുമായിരുന്നു, ശരിക്കും ഞാൻ കരയായിരുന്നു. സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ഞാൻ കണ്ടു. പ്രശ്നങ്ങളാണ് അടുപ്പിച്ച് പോകുന്ന അടുപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് വിട്ടു. കേരളത്തിൽ നിന്ന് വിട്ടു, ഇന്ത്യയിൽ നിന്ന് പോയി. അദ്ദേഹത്തിന് ഒരു സെറ്റിൽമെന്റ് ആവട്ടെ, മാരേജ് എന്തെങ്കിലും വെച്ചു. അപ്പോഴും ഓരോ പ്രാവശ്യവും ഫോൺ ചെയ്തായിരുന്നു, നീ എത്ര മാസവും എന്നിൽ നിന്ന് മാറി നിന്നാലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ശരിക്കും ആലോചിക്കുമ്പോൾ അതൊക്കെ നിമിത്തങ്ങളായിരിക്കാം കേട്ടോ. അദ്ദേഹത്തിന് ഞാൻ എഴുതി വെച്ച ഒരാളായിരിക്കാം. ആ 14 വർഷവും അദ്ദേഹം വെയിറ്റ് ചെയ്തു. ഞാൻ അതുവരെ ശ്രീകുട്ടനത് പറഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യണമെന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനിടയിൽ ഒരുപാട് മാരേജസ് അദ്ദേഹത്തിന് വന്നു. അപ്പം ശ്രീകുട്ടൻ കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് 3 മാസം US പോയി നിന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് പെണ്ണിൻ്റെ മുഖം കാണുമ്പോഴും നിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ അല്ലാതെ വേറൊരു ആൾ എൻ്റെ ലൈഫിൽ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മകളെ ഒന്ന് സെറ്റിൽഡ് ആക്കിയതിന് ശേഷം അതിനും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴും മാലയൊക്കെ അദ്ദേഹം തന്നെ എടുത്തു കൊടുത്തു. അതൊക്കെ നമുക്കത് ജീവിതത്തിലൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷം. നമസ്കാരം കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഈ സിനിമകളൊക്കെ കണ്ട് മടുത്ത് കാണുമല്ലേ? കാരണം ഒരു പ്രണയം തുടങ്ങുന്നു, കുറച്ചു കാലം അത് കത്തുന്നു, പിന്നെ അങ്ങ് തീരുന്നു അല്ലെ? ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഒരു കൗമാരക്കാരുടെ കാമുകന്മാരെ പോലെ പ്രണയിച്ച് കൊതി തീരാത്ത ചിലരുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ അത്തരം ചില കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ സ്വന്തം MG ശ്രീകുമാറും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ലേഖയും. പക്ഷേ ഇന്നത്തെ ഈ ഒരു വിഷയം ഇവർ വീണ്ടും വാർത്തകളിൽ നിറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം നമ്മുടെ MG ശ്രീകുമാറിനെ തന്നെ നടുക്കി കളഞ്ഞ ഒരു സംഭവം ലേഖ പങ്കുവച്ചതോടുകൂടി തന്നെയാണ് കേട്ടോ, ഒരു വൈറൽ പോസ്റ്റ്. അതിന് പിന്നിലുള്ള ഈ കപ്പിൾസിന്റെ അറിയാത്ത കഥയുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, സംഗതി വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ലേഖ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച വരികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് MGക്കൊപ്പമുള്ള പഴയകാല ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ലേഖ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് എന്റെ ആയുസ് മുഴുവനും എനിക്ക് നിന്റെ സ്നേഹം വേണം, ഇല്ലെങ്കിൽ നിന്റെ സ്നേഹം തീരുന്നവരെ എനിക്ക് ആയുസ് മതി എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി കൂട്ടുകാരെ, ഇത്രയും ആഴത്തിൽ ഒരാളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ആ സ്നേഹത്തെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് കാണാൻ ആർക്കാണ് കഴിയുക? യഥാർത്ഥ പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിർവചനം വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആരാധകരെല്ലാം ഒരേ സ്വരത്തിൽ തന്നെ ചോദിക്കുകയാണ്, ഇതാണോ യഥാർത്ഥ പ്രണയമെന്ന്. വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മള് പൊതുവെ സെലിബ്രിറ്റികളുടെ ജീവിതമൊക്കെ കാണുമ്പോൾ വിചാരിക്കുക, കാശും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സന്തോഷം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുമെന്നാണ്. എന്നാൽ MGയുടെ കാര്യം എടുത്താൽ അദ്ദേഹം എവിടെ പോയാലും ലേഖയെ കൂടെ കൂട്ടാറുണ്ട്. എനിക്ക് എന്റെ ഭാര്യ പേടിയാണ് എന്ന് MG പല വേദികളിൽ തമാശയായിട്ട് പറയാറുമുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ പേടിയാണോ? അല്ല, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ ഒപ്പം കൂടെ നിർത്തുന്ന അല്ലെ ഒപ്പം തന്നെ നിർത്താനുള്ള ഒരു കരുതലാണ് നമുക്കത് മനസ്സിലാക്കാം അദ്ദേഹം കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളിൽ പലരുടെയും വീട്ടിൽ നോക്കിക്കേ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ പങ്കാളി നമ്മളോടൊന്ന് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താറില്ലല്ലോ. എത്രയോ കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. എന്നാൽ 10-14 വർഷത്തെ ലിവിംഗ് റിലേഷനും വിവാഹ ജീവിതവും ഒക്കെ അതിനുശേഷം ഇവർ പരസ്പരം ഇത്രയധികം കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഇവരെ മാതൃകയാക്കേണ്ടത്. ഈ ഒരു അവസരത്തിൽ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് കാണാറില്ലേ, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ പോലും ഏതെങ്കിലും ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് നിന്നെ ഇനി താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴി പിരിഞ്ഞു പോകുന്നത്. എന്നാൽ MGയുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ വലിയൊരു ആരോഗ്യ പ്രശ്നവുമായിട്ട് വലിയ പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്ന ആ ഒരു കാലഘട്ടത്തിലെ മാധ്യമങ്ങളുടെ മുന്നിലും ബന്ധുക്കളുടെ എതിർപ്പുകൾക്ക് മുന്നിലും MGക്ക് ഒരു കവചം പോലെ പാറ പോലെ ഉറച്ചു നിന്നത് വേറെ ആരുമല്ല, ഈ ലേഖ തന്നെയാണ്. സമൂഹത്തിന്റെ മുൻപിൽ തന്നെ തളർത്തി കളയാൻ നോക്കിയ ആ ഒരു ചോദ്യങ്ങൾക്കും പുഞ്ചിരിയോടെ ലേഖ മറുപടി നൽകി. അയാൾ പാടുന്ന പാട്ടിലാണ് എന്റെ ജീവൻ എന്ന ഒരു അഭിമുഖത്തിൽ ലേഖ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളിൽ അഭിനയമോ അല്ലെങ്കിൽ കാപട്യമോ ഒന്നുമില്ലായിരുന്നു, മറിച്ച് കഷ്ടപ്പാടുകളിലും സന്തോഷങ്ങളിലും ഒരുപോലെ പങ്കാളിയാകുമെന്നുള്ള ഉറച്ച തീരുമാനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും കേരളത്തിലെ ഓരോ പ്രണയ ജോഡികളെയും കുറിച്ച് പറയുമ്പോൾ MG ശ്രീകുമാറിന്റെയും ലേഖയുടെ പേര് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ഈ ഒരു ജോഡി ഇവിടം വരെ എത്തിയത് അത് അത്ര എളുപ്പത്തിലായിരുന്നില്ല കൂട്ടുകാരെ. അതായത് 1988 ചിത്രം റിലീസ് ചെയ്ത ആ ഒരു ടൈമിലാണ് ലേഖ MG ശ്രീകുമാർ എന്ന ഗായകനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അന്നൊന്നും MG ഇന്നത്തെ പോലെ വലിയൊരു സ്റ്റാർ ഒന്നുമല്ല. ട്രിവാൻഡ്രത്ത് റോഡരികിലൂടെയൊക്കെ പോകുന്ന MG താൻ പാടിയ പാട്ടിന്റെ പുതിയ കാസറ്റ് ലേഖയുടെ കയ്യിൽ കൊടുക്കുന്ന ആ ഒരു ചെറിയ സൗഹൃദത്തിലാണ് ഈ ഒരു പ്രണയം തുടങ്ങിയത്. അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ വിവാദങ്ങളും കടുത്ത എതിർപ്പുകളും ഒക്കെ ക്ഷണിച്ചു വരുത്തിയിരുന്നു. വീട്ടുകാരുടെ എതിർപ്പുകൾ, അതുപോലെ സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ,
ഇതിനെല്ലാം നേരിട്ടാണ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. ലേഖയുടെ രണ്ടാമത്തെ വിവാഹമായിരുന്നു MGയുമായിട്ട് നടന്നത്. ആദ്യ ബന്ധത്തിലുള്ള മകളെയും ഒക്കെ ചേർത്ത് പിടിച്ച് എല്ലാ പ്രതിസന്ധികളെയും കാറ്റിൽ പറത്തിയാണ് ഇവർ ഈ ഒരു നിലയിലെത്തിയത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് ആരെന്ത് വന്ന് ഇട്ടാലും അതിന് താഴെ നെഗറ്റീവ് കമന്റുകൾ എഴുതാൻ കുറച്ചുപേർ മുന്നിലുണ്ടാകും. പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുടെ കാര്യത്തില് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അത്തരം നെഗറ്റീവ് കമന്റുകളെയും ട്രോളുകളെയും ഒക്കെ പുഞ്ചിരിയോടെ തള്ളിക്കളഞ്ഞ് തങ്ങളുടെ ലോകം വലുതാണെന്ന് തെളിയിക്കുകയായിരുന്നു ഈ ഒരു കപ്പിൾസ് ചെയ്തിരുന്നത്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ പോലും പെട്ടെന്ന് ബന്ധങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഇന്നത്തെ തലമുറയിലെ പലർക്കും ഇതൊരു വലിയ പാഠം തന്നെയാണ്. പിന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ, പ്രായമായാൽ പിന്നെ പ്രണയമൊക്കെ തീർന്നു, റൊമാൻസ് ഒക്കെ ചെറുപ്പക്കാർക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ. എന്നാൽ ആ ഒരു ധാരണയൊക്കെ തെറ്റിക്കുകയാണ് MGയും ലേഖയും ഇവിടെ ചെയ്യുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മനസ്സിൽ പരസ്പരമുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും നിലനിർത്തിയാൽ ഏത് പ്രായത്തിലും കപ്പിൾസിലായി ജീവിക്കാം എന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഇവർ. കൂട്ടുകാരെ, ഇന്ന് സമൂഹത്തിലെ പെട്ടെന്ന് തന്നെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോഴാണ് നിന്റെ സ്നേഹം തീരുന്നത് വരെ എനിക്ക് ആയുസ് മതി എന്നൊരാള് പങ്കാളിയോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ MGക്കും ലേഖയ്ക്കും ഇടയിൽ ഈ ഒരു സ്നേഹം വെറും ഒരു ഗോസിപ്പ് മാത്രമല്ല, മറിച്ച് പരസ്പരമുള്ള വിശ്വാസത്തിന്റെയും ഒടുങ്ങാത്ത സ്നേഹത്തിന്റെയും ജീവനുള്ള തെളിവ് തന്നെയാണ്. ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും പരസ്പരം കുറ്റപ്പെടുത്തുന്നവരെയാണ് നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ പ്രണയിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ വെറും ക്യാമറയ്ക്ക് മുന്നിലെ വെറും നാടകം മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.